കോഴിക്കോട് സരോവരത്ത് കുഴിച്ചുമൂടിയ വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനായി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. എരഞ്ഞിപ്പാലം സ്വദേശി കെ നിഖിൽ, വെങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക. രാഹുൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഇതിപ്പോ എത്രാമത്തെ ദിവസമാണ് ഈ തിരച്ചിൽ നടക്കുന്നത്? എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ? മാധു, ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. 6 വർഷം മുൻപാണ് സരോവരത്തെ ചതുപ്പിൽ വിജിലിനെ കുഴിച്ചുമൂടിയെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചത്. 3 ദിവസം നേരത്തെ തന്നെ ഇവിടെ ഈ ചതുപ്പിൽ പരിശോധന നടത്തിയെങ്കിലും അവശിഷ്ട ഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ മഴയും ഒപ്പം തന്നെ ചെളിയുമൊക്കെയാണ് ചതുപ്പിലെ തിരച്ചിലിന് വലിയ വെല്ലുവിളിയായത്. പ്രതികൾ രണ്ടുപേരുടെയും കസ്റ്റഡി അപേക്ഷയിലുടൻ തന്നെ കോടതിയിൽ തീരുമാനമുണ്ടാകും. 1-ാം പ്രതി എരഞ്ഞിപ്പാലം സ്വദേശി നിഖിലാണ്, പിന്നീട് 3-ാം പ്രതിയാണ് വെങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവർ. ഇവരുടെ കസ്റ്റഡി അപേക്ഷയിലാണ് കോടതി തീരുമാനം പറയുക. പ്രതികളുമായി സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം ചതുപ്പിൽ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. 2019 മരിച്ച വിജിലും അതുപോലെ ഈ പ്രതികളും ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്നു. അതിനുശേഷം വിജിൽ മരിക്കുകയും ചതുപ്പിൽ കുഴിച്ചുമൂടുകയും ചെയ്തു എന്നാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിരുന്നത്. അതായത് 6 വർഷങ്ങൾക്ക് ഇപ്പുറം നിർണായക വഴിത്തിരിവുണ്ടായൊരു കേസ് കൂടിയാണ്. നേരത്തെ 3 ദിവസങ്ങളിലായി തുടർച്ചയായി ചതുപ്പിലിറങ്ങി പരിശോധിച്ച ആളുകളാണ് എന്നോടൊപ്പം ചേരുന്നത്. നിങ്ങൾ ഇന്ന് വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. ഇനി എത്ര ദൂരം പരിശോധിക്കാനുണ്ട്? ഇനിയിപ്പോൾ തന്നെ മൊത്തം 100 മീറ്റർ നീളമുള്ള ഒരു തോടാണ്, അതോടൊപ്പം 5 മീറ്റർ വീതി. ഞങ്ങൾ അതിലൊരു ഏതാണ്ട് 95 മീറ്ററോളം ഞങ്ങൾ അന്ന് നല്ല രീതിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ ഭാഗത്തൊന്നും ഇവർ പറയണ, അതായത് പ്രതിൻ്റെ അടക്കം ചെയ്ത ഭാഗത്ത് ചെങ്കല്ലും അതോടൊപ്പം ബോളറും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതൊന്നും ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഇനി ഒരു 5 മീറ്റർ ബോഡി താഴ്ത്തി അതിന് മുകളിൽ ചെങ്കല്ലും കരിങ്കല്ലും ഇട്ടു എന്നാണ് പ്രതികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 5 മീറ്റർ ഭാഗത്താണ് നമുക്ക് തെരച്ചിൽ നടത്താനുള്ളത്. അവിടെ മുമ്പ് താൽക്കാലികമായി ഒരു നടപ്പാലം, അതായത് ഏതൊരു ആളുകൾ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നടപ്പാലത്തിൻ്റെ മരങ്ങളെല്ലാം താഴെ വീണ് അവിടെ കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ ചളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് എടുക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. കാരണം വൈൻഡ് വയറും കല്ലും ആണിയൊക്കെ അടിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഈ 5 പേരും ഞങ്ങൾ അന്ന് അത് എടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഒരു 10-15 പീസ് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് എടുക്കണമെങ്കിൽ JCB, ഇറ്റാച്ചി പോലുള്ള സാധനങ്ങൾ വന്നിട്ടേ അത് എടുക്കാൻ പറ്റുള്ളൂ. അത് എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലാണ് ഈ കല്ലും ഇവർ പറയുന്ന പ്രതികൾ ചൂണ്ടിക്കാണിച്ചു തന്ന ഈ ഭാഗത്താണ് ഉള്ളതെന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് ഇറ്റാച്ചി പോലുള്ള സാധനങ്ങൾ ആ കഷ്ണം എടുത്തിട്ട് പ്രതികൾ കാണിച്ചു തന്ന സ്ഥലത്ത് ഇന്ന് ആ ബോഡിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് അത് എടുത്തിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്നുള്ളത് ഉറച്ച ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ ഈ കാണുന്ന ആളുകൾ മുഴുവൻ. ഈ വെള്ളം കുറേ മാറ്റാനുണ്ടോ? മാറ്റാനുണ്ട്. അതിന് 20 കുതിരശക്തിയുള്ള, അതായത് 20 ഹോഴ്സ് വലിയ മോട്ടറാണ് അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടേക്ക് JCB, ഇറ്റാച്ചി പോലുള്ള വാഹനങ്ങൾ എത്താൻ വേണ്ടിയിട്ട് അവിടെ റോഡ് സംവിധാനം ശരിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റുള്ള ഗതാഗത നായ ഉണ്ട് എന്നാണ് പറയുന്നത്, പോലീസ് നായ ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, അത് വന്നാൽ കാണാം, അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളം പറ്റി ഈ കഷ്ണം മാറ്റിയിട്ട് അവിടെ ബോഡിയുടെ അവശിഷ്ടം ഉണ്ടെങ്കിൽ ഇന്ന് അത് എടുക്കും. പറഞ്ഞതുപോലെ 5 മീറ്ററിലാണ് ഇനി പരിശോധിക്കേണ്ടത്. കൂടുതൽ സജ്ജീകരണങ്ങൾ, അതായത് ചതുപ്പ് നിലമായതുകൊണ്ട് വെള്ളം കുറയ്ക്കേണ്ടതുണ്ട്. അതിനുള്ള പമ്പുകളൊക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രതികളെ എത്തിച്ചു കഴിഞ്ഞാൽ പരിശോധനയിലേക്ക് പോകും. പറഞ്ഞതുപോലെ 6 വർഷം മുൻപ് ഇങ്ങനെ സുഹൃത്തുക്കൾ ലഹരി ഉപയോഗിച്ച് വിജിൽ മരിക്കുന്നു. ദിവസങ്ങൾക്കിപ്പുറം ഈ പ്രതികൾ തന്നെ വന്ന് സ്ഥലത്ത് പരിശോധിക്കുന്ന സമയത്ത് വിജിലിൻ്റെ തല പുറത്തു കാണുന്നു. പിന്നീട് കൂടുതൽ കരിങ്കല്ലൊക്കെ ഇട്ടാണ് ആ മൃതദേഹം മൂടിയിരുന്നത്. 8 മാസങ്ങൾക്കിപ്പുറം വന്ന് ഇതിൽ നിന്ന് അസ്ഥിയുടെ ചില ഭാഗങ്ങൾ ശേഖരിച്ച് ശേഷക്രിയ ഉൾപ്പെടെ നടത്തിയെന്നാണ് പോലീസിനോട് പ്രതികൾ സമ്മതിച്ചിട്ടുള്ളത്. ഏതായാലും ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് കേസിനെ സംബന്ധിച്ച്. ശരി, രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സരോവരത്തിൽ നിന്ന് വീണ്ടും തിരച്ചിൽ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്.